All of you welcome to CNC College. CNC കോളേജിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ മൊഡ്യൂൾസിൽ നമ്മൾ വില്ലിനെ കുറിച്ചും വോണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ വില്ലിനെ എങ്ങനെ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് അനദർ ടെക്നിക്ക്, ദറ്റ് ഈസ് ഹാവ്. ഹാവ് ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഓക്സിലറി. ഒരു ഓക്സിലറി ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതിനെ ഒരു ടെക്നിക്കായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ബേസ് എന്നൊക്കെ നമുക്ക് പറയാം. ബേസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ്. ഉണ്ട് എന്നുള്ളതല്ല, നമ്മളിപ്പോൾ ചോറുണ്ട് അങ്ങനെയല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൊസസീവായിട്ടൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ജീപ്പുണ്ട്, അല്ലെങ്കിൽ ബൈക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പൊസസീവായിട്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോഴത്തെ കാര്യമാണ് അത് പറയുന്നത്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. അതേ സ്ഥാനത്ത് ഇപ്പോൾ വി ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്. യു ഹാവ് നിനക്കുണ്ട്. ദേ ഹാവ് അവർക്കുണ്ട്. ഹി ഷീ അതുപോലെ തന്നെ ഇപ്പോൾ ഇറ്റ്. അപ്പോൾ ഇത് വരുമ്പോൾ ഇവിടെ നമ്മൾ ഹാവ് എന്ന് നമ്മൾ പറയില്ല, പകരം ഹീ ഷീ ഇറ്റ് എന്ന് പറയുന്നത് വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹാവും ഉണ്ട് ഹാസും ഉണ്ട്. ഹാവിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഐ വി യു ദേ വരെ പറഞ്ഞിട്ട് ദേ ഹാവ് നമുക്ക് പറയാം. അതേ സ്ഥാനത്ത് ഇവിടെ ഹീ ഷീ ഇറ്റ് വന്നാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഐറ്റമാണ് ഹാസ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഹാവും ഹാസും ഒരേ മീനിങ് ആണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഐ വി യു ദേ വരുമ്പോൾ ഹാവും എന്ന് പറഞ്ഞാൽ ഐ ഹാവ് വി ഹാവ് യു ഹാവ് ദേ ഹാവും, ഹീ ഷീറ്റ് വരുമ്പോൾ ഹാസുമാണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹീ ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഹീ ഹാവ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതേ സ്ഥാനത്ത് വി ഹാവ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. വി ഹാസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ അത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുക. ഐ വി യു ദേ ഹാവ് എന്ന് പറയുന്നത് ഐ വി യു ദേ എന്ന് പറയുന്നത് ഒരു ജോഡി. അപ്പോൾ അല്ലെങ്കിൽ ഒരു ടീം, അവർക്ക് ഹാവും. ഹീ ഷീ ഇറ്റ് എന്ന് പറയുന്നത് അവനും അവളും ഇത് അത് എന്ന് പറയുന്നതും ഹാസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാം. ഇപ്പോൾ ബാബു എന്ന് പറഞ്ഞാൽ, ബാബു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ബാബു എന്ന് പറയുന്നത് ഒരാളാണ്. അപ്പോൾ ഹീ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബാബു ഹാവ് അല്ല, ബാബു ഹാസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതേ സ്ഥാനത്ത് ഇപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തിമ എന്ന് പറയുമ്പോൾ അതൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഷീ ആണെന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് ഇപ്പോൾ ക്യാറ്റ്, പൂച്ച എന്ന് പറയുന്നത്. അപ്പോൾ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റിൽ വരുന്നതാണ്. അപ്പോൾ ക്യാറ്റ് ഹാസ് കളർ, ക്യാറ്റിന് കളറുണ്ട്. ക്യാറ്റ് ഹാസ് ഫീവർ, പൂച്ചയ്ക്ക് പനിയുണ്ട്. അല്ലെങ്കിൽ ക്യാറ്റ് ഹാസ് ഫുഡ്, പൂച്ചയ്ക്ക് ഫുഡുണ്ട് എന്ന രീതിയിൽ നമുക്കിവിടെ എന്തും പറയാം. അപ്പോൾ ഐ ഹാവ് ക്ലാസ്, എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഐ ഹാവ് കഴിഞ്ഞിട്ട് ഇവിടെ ഗോയോ കമ്മോ നമ്മൾ വില്ലിൽ ഉപയോഗിച്ച പോലെ ഗോയോ ഐ ഹാവ് ഗോ, എനിക്ക് ഗോയുണ്ട് അല്ലെങ്കിൽ എനിക്ക് കമ്മുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പകരം നമ്മളിത് പൊസസീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഐ ഹാവ് കാറ്, ഐ ഹാവ് ബൈക്ക്, ഐ ഹാവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഐ ഹാവ് എക്സാം എന്നുള്ള രീതിയിൽ ഐ ഹാവ് എ ഫങ്ഷൻ, ഇപ്പോൾ എ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ എന്നുള്ളതാണ്. ഐ ഹാവ് ഫീവർ, എനിക്ക് പനിയുണ്ട്. ഐ ഹാവ് ഹെഡ് ഏക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ പറയാം. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഹീ ആണ് പറയുന്നതെങ്കിൽ ഹീ ഹാസ് കാർ, ഇപ്പോൾ ഹീ ഹാസ് അവന് കാർ ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഐ വി യു ദേ വരുമ്പോൾ ഹാവും, അതേ സ്ഥാനത്ത് ഹീ ഷീ ഇറ്റ് വരുമ്പോൾ അത് ഹാസുമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ അതിവിടെ വരും ടീച്ചർ ഹാസ് ക്ലാസ്. അതേ സ്ഥാനത്ത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമായി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് ദേയിൽ വരുന്നു എന്ന് മനസ്സിലാക്കുക. ടീച്ചേഴ്സ് ഹാവ് ക്ലാസ്. അപ്പോൾ ടീച്ചർ ഹാസ് ക്ലാസ്, ടീച്ചർക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ദേയിൽ വരുന്നു എന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഹാവ് ക്ലാസ്, ടീച്ചേഴ്സിന് ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഹാവ് ഫങ്ഷൻ, ടീച്ചർ ഹാസ് ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഹീ ഷീ ഇറ്റ് എന്നുള്ള ഒരു പ്രോനൗൺ സിസ്റ്റത്തിലേക്ക് വരുന്നെങ്കിൽ ഹാസും,
ഐ വി യു ദേ എന്ന് പറയുന്നതിൽ ഏത് വന്നാലും അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇവിടെ പ്ലൂറലായിട്ട് വരുന്നെങ്കിൽ അവിടെ നമ്മൾ ഹാവും ഉപയോഗിക്കണം എന്നത് മാത്രം അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ പൊസസീവായിട്ട് നമ്മളിവിടെ എന്തെങ്കിലും ഐറ്റങ്ങളാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഐ ഹാവ് ഫ്രണ്ട്, എനിക്ക് ഫ്രണ്ടുണ്ട്. ഐ ഹാവ് റിലേറ്റീവ്സ്, എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഹീ ഹാസ് റിലേറ്റീവ്സ്, ഹീ ഹാസ് ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമുക്കിത് പറയാം എന്നറിഞ്ഞിരിക്കാം. അപ്പോൾ ഹാവ് ഹാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാര്യമാണെന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിനെ പ്രസൻറ്റ് എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഹാവ് ഹാസ് സെയിം ആണ്. ഹാവ് ഈസീക്വൽ ടു ഹാസ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഹീ ഷീ ഇറ്റ് ആണെന്നും ഇവിടെ ഐ വി യു ദേ ആണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതോടൊപ്പം ഇവിടെ നമ്മൾ വെർബിൻ്റെ ഫോമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ വക കാര്യങ്ങളാണ് പൊസസീവായിട്ട് നമ്മൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബാക്കി ഇപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ ഇത് ഉപയോഗിച്ച് ശീലിക്കുക. എനിവേ, താങ്ക് യു.